ഇനി നമ്മൾ സമകാലികം പരിപാടിയിലേക്കാണ് പ്രവേശിക്കുന്നത്. സമകാലികത്തിൽ നമുക്കിന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു പരിപാടി എന്തുകൊണ്ടും വളരെ ഫലപ്രദമായൊരു പരിപാടിയാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അതിഥിയെ നമുക്ക് ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. സക്കരിയ അബ്ദുൽ ബാരിയാണ്, പെരിന്തൽമണ്ണക്കടുത്തുള്ള ഏലംകുളം. അദ്ദേഹം ഒരു 12 വർഷമായിട്ട് UAE-യിൽ SETS എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മളോട് സംവദിക്കാനുള്ള വിഷയം, അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. അതിൻ്റെ മൊത്തം ഒരു സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം, അതെങ്ങനെ സേവ് ചെയ്യാം, അതിൻ്റെ എനർജി നമുക്കെങ്ങനെ കുറച്ചു കൊണ്ടുവരാം, അതിനുള്ള ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും ആ ഒരു ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മറ്റ് വിശേഷങ്ങളും ആ ഒരു ഫീൽഡിലുള്ള മറ്റനുഭവങ്ങളും നമുക്ക് എങ്ങനെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ സമകാലികത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാർ, ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് സക്കരിയ അബ്ദുൽ ബാരി. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ഓട്ടോമേഷൻ എനർജി സേവിങ് ഇൻഡസ്ട്രിയിൽ പുറത്ത് വർക്ക് ചെയ്യാണ്, ദുബൈയിൽ വർക്ക് ചെയ്യാണ്. എൻജിനീയറിംഗ് പഠനത്തിന് ശേഷം ഞാൻ ഈ മേഖലയിലേക്ക് വന്ന സമയത്ത് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. അസോസിയേഷൻ ഓഫ് എനർജി എൻജിനീയേഴ്സ് അവർ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സർട്ടിഫൈഡ് എനർജി മാനേജർ, സർട്ടിഫൈഡ് മെഷർമെൻറ്റ് ആൻഡ് വെരിഫിക്കേഷൻ പ്രൊഫഷണൽ, പെർഫോമൻസ് ആൻഡ് മെഷർമെൻറ്റ് വെരിഫിക്കേഷൻ അനലിസ്റ്റ്, ഇങ്ങനെ വിവിധ കോഴ്സുകൾ സർട്ടിഫിക്കേഷൻസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ആൻഡ് എനർജി ടെക്നിക്കൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ സെറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ നാട്ടിലും അതേപോലെ നമുക്ക് UAE-യിലും ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനർജി ഒപ്റ്റിമൈസേഷൻ, അതുപോലെ സസ്റ്റൈനബിലിറ്റി അഥവാ സുസ്ഥിര വികസനം, ഇതുപോലുള്ള കാര്യങ്ങളിലാണ് നമ്മളുടെ ഫോക്കസ്. അത് നമുക്ക് ഈ ആധുനികമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ എനർജി സേവിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. ആധുനിക ടെക്നോളജികൾ ഉദ്ദേശിക്കുമ്പോൾ ഈ ഓട്ടോമേഷനിൽ വന്ന പുതിയ ടെക്നോളജികൾ, ഇപ്പോൾ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതേപോലെ തന്നെ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്ന അങ്ങനത്തെ ടെക്നോളജികളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ എനർജി കൺസംഷൻ നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഫോക്കസ്. നമ്മളുടെ കമ്പനിയും അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾ എല്ലാവരും ഈ ഒരു മുഖവര കേട്ടിട്ടുണ്ടാവും. നമുക്കൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട്. കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും കറണ്ട് ബില്ല് കൂടുകയാണ്. ഇതെന്താ അങ്ങനെ? നമ്മൾ ഫാന് അത്ര ശ്രദ്ധിക്കലുണ്ട്, ഇത്ര ശ്രദ്ധിക്കലുണ്ട്, ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ നടക്കുന്ന അടി ഈ ഒരു വിഷയത്തിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ചോദിക്കും. പിന്നെ കുറച്ചുകൂടി വൈഡായ തലത്തിൽ പോവുകയാണെങ്കിൽ വലിയ കമ്പനികളിൽ, വലിയ ഓഫീസുകളിൽ, മറ്റുള്ള മാളുകളിലൊക്കെ എങ്ങനെ ഒക്കെ കറണ്ട് ബില്ലിൻ്റെ അളവ് നമുക്ക് പിന്നെ അതിൻ്റെ എനർജി എങ്ങനെ സേവ് ചെയ്യാം, ആ വിഷയത്തിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സാർ, ഇവിടെ ഈ സ്പെഷ്യലൈസേഷൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സാറ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഏരിയയിലേക്ക് പോയത്? അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം, BTech കഴിഞ്ഞതിന് ശേഷമാണ് ഈ മേഖലയിൽ. അപ്പോൾ ഇപ്പോൾ 12 കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലുണ്ട്. 12 വർഷം UAE-യിൽ ഈ ഒരു രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നത് അല്ലേ? ഓക്കെ. ഇതിൽ ഈ ശരിക്കും എന്താണ് എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ഭാഷയിൽ നമുക്ക് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കാം? അതെ, ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചത് പോലെ തന്നെ നമുക്ക് ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമുക്ക് നമ്മളുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന എക്യുപ്മെൻറ്റുകളല്ല, നമ്മളുടെ വീട്ടിലും എക്യുപ്മെൻറ്റുകൾ കൂടി. AC-കൾ നമ്മൾ പുതിയത് വെച്ചു, നമുക്ക് ചൂട് കൂടി, നമ്മൾ AC-കൾ പുതിയത് വെച്ചു. അങ്ങനെ അപ്പോൾ ഡിമാൻഡ് കൂടി, അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലും ഇതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്തുണ്ട് മാർഗ്ഗങ്ങൾ? ഈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എനർജി ബില്ല് കുറക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റുകളൊക്കെ ഓഫാക്കിയിടാം, പക്ഷെ നമ്മൾ ഇരുട്ടത്തിരിക്കേണ്ടി വരും. അതേപോലെ നമുക്ക് AC ഓഫാക്കിയിടാം, പക്ഷെ നമുക്ക് ചൂടെടുത്ത് വേർക്കേണ്ടി വരും. അപ്പോൾ അതിനെ നമുക്ക് ഒരു എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞുകൂടാ, അതൊരു നമുക്കൊരു എനർജി കൺസർവേഷൻ. നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇരുട്ടത്തിരുന്നിട്ട് നമുക്കൊരു കംഫർട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ കംഫർട്ട് നഷ്ടപ്പെടുത്താതെ നമുക്ക് എങ്ങനെ എനർജി ബില്ല് കുറക്കാം.
ഇപ്പോൾ അതിന് പല ലെവൽ ആയിട്ട് നമ്മൾ എനർജി ഒപ്റ്റിമൈസേഷന് പറയാറുണ്ട്. ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞ എനർജി ഒപ്റ്റിമൈസേഷൻ ആർക്കും ചെയ്യാൻ പറ്റിയത് ഒപ്റ്റിമൈസേഷനാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ലൈറ്റ് ഫിക്ചേഴ്സ് മാറ്റാം, നമുക്കത് റിമൂവ് ചെയ്ത് പിന്നെ LED ലൈറ്റുകളാക്കാം. അപ്പോൾ ഇതേ ലൈറ്റ് ലെക്സ് ലെവൽ നമുക്ക് കിട്ടുകയും ചെയ്യും, എനർജി കുറക്കുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ എനർജി സ്റ്റാർ റേറ്റിംഗ് കൂടിയിട്ടുള്ള AC നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനർജി സ്റ്റാർ റേറ്റിംഗ് കൂടിയിട്ടുള്ള AC വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ലോങ് റണ്ണിൽ, നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ കുറച്ച് കൂടിയാലും ഒരു ലോങ് റണ്ണിൽ നമുക്കത് ലാഭമാണ്. ഇത് ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ പോകുമ്പോഴാണ് അവിടെയാണ് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. അത് ഈ ഓട്ടോമേഷൻ വഴി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സാധാ ലൈറ്റ് മാറ്റിയിട്ട് നമ്മൾ LED ലൈറ്റ് വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ LED ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്കത് നഷ്ടമായി മാറും. അതിന് പകരം നമുക്ക് എപ്പോഴാണോ അവിടെ ആളുകളുള്ളത് അപ്പോൾ മാത്രം ഓണാക്കുക, ആളുകൾ പോയി കഴിഞ്ഞാൽ ഓഫാക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ ആൾക്കാരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ലെക്സ് ലെവൽ കൂട്ടും കുറക്കും ഡിം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഓട്ടോമേഷൻ. അതിന് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ആളുകൾ വേണ്ടി വരും. അപ്പോൾ ഇതിൽ ആണ് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി. ഈ ഓട്ടോമേഷൻ വഴി നമുക്ക് എങ്ങനെ എനർജി ഒപ്റ്റിമൈസ് ചെയ്യാം. ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് വീടുകളിൽ ചെയ്യാം, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റികളിൽ ഒക്കെ അതിൻ്റെ സ്കെയിൽ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അത് ശരി. അപ്പോൾ പിന്നെ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സാന്ദർഭികമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചോദ്യങ്ങൾ വരാം, നമുക്കത് ചോദിക്കാം. ഏതായിരുന്നാലും നമ്മൾ പിന്നെ തുടർന്നുള്ള ഇതിലേക്ക് പോകും. നമ്മൾ നേരത്തെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, സുസ്ഥിരമായിട്ടുള്ള ആ ഒരു സുസ്ഥിരത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ഇത് തമ്മിൽ ആ ഒരു ബന്ധം എങ്ങനെയാണ്? ഈ സസ്റ്റൈനബിലിറ്റി അഥവാ ഈ സുസ്ഥിര വികസനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളതുമായിട്ട് ഇപ്പോൾ യുനെസ്കോ UN തന്നെ പറയുന്നത് ഗ്ലോബൽ ബോയിലിംഗ് എന്നാണ്, ആഗോള തിളക്കലാണ്. അത്രത്തോളം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് 2030 കൂടിയിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ വാർമിംഗ് ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമായി. അപ്പോൾ അതിന് നമുക്ക് അത് ആ ഒരു ലെവലിൽ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ 45% കാർബൺ എമിഷൻ കുറക്കണം എന്നാണ്. അപ്പോൾ ഇത് കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ മെയിനായിട്ട് വരുന്നത് നമുക്ക് എനർജി സോഴ്സ് നിന്നാണ് ഈ കാർബൺ എമിഷൻ എല്ലാം വരുന്നത്. അപ്പോൾ ഇത് കുറക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതാണ് എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ഈ വാട്ടർ, നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഈ സസ്റ്റൈനബിലിറ്റി സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു സർവീസ് ശരിക്കും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ബിൽഡിംഗ് ഒരു സസ്റ്റൈനബിലിറ്റി ഓഡിറ്റ് നടത്തിയിട്ട് എങ്ങനെ എത്രത്തോളം അവരുടെ കാർബൺ എമിഷൻ ഉണ്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇത് ശരിക്കും നമുക്കൊന്നൊരു മെയിനായിട്ട് നമുക്കൊരു വിസിബിലിറ്റി കുറവായത് കാരണമാണ് നമ്മളിങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു മൊബൈൽ ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു അതൊരു ത്രെട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇസ്തിരിപ്പെട്ടി കൂടെ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൽ ടിക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ്, ഇത്രത്തോളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇതിപ്പോ ബില്ല് വരുമ്പോ മാത്രമേ, അതെ, നമ്മൾ മാസം ബില്ല് വരുമ്പോ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണുള്ളൂ. നമുക്ക് ഡിസ്പ്ലേയിൽ അറിയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യം നേരത്തെ സാറ് പറഞ്ഞു, ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ലോകം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, എനർജിൻ്റെ ഉപയോഗവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എങ്ങനെയൊക്കെയാണ് ഒന്നുകൂടി നമുക്കൊന്ന് പറയാൻ പറ്റും? അതെ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ എല്ലാവരും വീട്ടുമുട്ടിട്ട് എത്തിയിരിക്കുകയാണ്. അഥവാ ഇപ്പോൾ ചൂട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ മഴ ഉള്ളത് മഴ ജസ്റ്റ് ഒന്ന് കുറയുമ്പോൾ അതെ അതെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ഒരു എന്തുണ്ട് ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സസ്റ്റൈനബിലിറ്റി മൂവ്മെൻറ്റിലൂടെ നമുക്ക് ഇതൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഇപ്പോൾ ഓഫീസ് സ്പേസ് ആണ് ഈ കംപ്ലീറ്റ് ഓഫീസ് സ്റ്റേഷനറീസ് ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്. അതേപോലെ അതെ
കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഒരുപാട് മേഖലകൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിന് നമുക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിനെയും അതേപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒന്ന് ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ പോയാലേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ. സാർ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ സാർ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയല്ലോ അല്ലേ, ഈ ഗൾഫ് GCC കൺട്രീസിൽ ഇതിന് എത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? അവിടെ ഇപ്പോൾ കറണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, അവിടെ കറണ്ടിന് തുച്ഛമായ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇഷ്ടംപോലെ ഉപയോഗം നടക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? അവർ എത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ UN-ൻ്റെ കീഴിൽ തന്നെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് COP28 നടന്നത് അബുദാബിയിൽ വെച്ചിട്ടാണ്, ദുബൈയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ അവരെല്ലാം മെയിൻ ഫോക്കസ് ഈ ഒരു കാര്യങ്ങൾക്കാണ്, എങ്ങനെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ. അപ്പോൾ ഓരോ കൺട്രീസും ഓരോ രാജ്യങ്ങളും ഇപ്പോൾ GCC ആണെങ്കിലും അതിൽ ബാക്കി പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിലും എല്ലാവരും അവരൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റിൻ്റെ അകത്ത് അവർ കൺട്രോൾ ചെയ്യണമെന്ന് ഇതിരിക്കണം. അപ്പോൾ ആ ടാർഗറ്റ് വെച്ചിട്ട് അതിലേട്ടുള്ള മൂവ്മെൻ്റാണ് ഇപ്പോൾ. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഓരോ രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ബിൽഡിംഗാണ് എനർജി ഓഡിറ്റിംഗ് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം, ഓരോ വർഷവും നടത്തിയിരിക്കണം. അതിനനുസരിച്ചുള്ള സേവിങ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതൊരു മാൻഡേറ്ററി ആയിട്ട് വരികയാണ്. ശരി. അപ്പോൾ അവർ നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ അതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെങ്കിൽ എനർജി ഓഡിറ്ററുടെ സിഗ്നേച്ചർ വേണമെന്നും, അതേപോലെ തന്നെ ഈ എനർജി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്സിൽ റിഡക്ഷൻ വരെ, അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നു. അതെ ഈവൻ 50% വരെ ടാക്സിൽ റിഡക്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ഇതിനോരോ സ്കോറിംഗ് ലെവലുകളുണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്കോറിംഗ് സ്കീമുകളുണ്ട്, ലീഡ്, അതേപോലെ പിന്നെ ഗ്രഹ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് സ്കീമുകൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ലീഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതാണ്. അതിൽ നമുക്ക് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ ലെവലുകളുണ്ട്. എത്രത്തോളം നമ്മളത് നമ്മളെ ബിൽഡിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തുടക്കം നമ്മൾ പറഞ്ഞു വീട്ടിലെ കറണ്ട് ബില്ലിനെ കുറിച്ച്. അപ്പോൾ ഒരു സാധാരണക്കാരായ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കമ്പനികളിലേക്ക് പോയതിൻ്റെ മുമ്പ് വീട്ടിലെങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ലളിതമായിട്ട് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ നമുക്കതൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇപ്പോൾ ഞാനൊക്കെ നമ്മളുടെ പ്രാക്ടീസ്, നമ്മളുടെ വീട്ടിലെ കറണ്ട് ബില്ല് നമുക്ക് എങ്ങനെയാണ്, എത്ര ചാർജ് വന്നിട്ടുണ്ട്, ഡിമാൻഡ് ചാർജ് എത്രയാണ്, മീറ്റർ ചാർജ് എത്രയാണ്, അത് ഡീറ്റെയിൽ അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് റെക്കോർഡ് ചെയ്ത് ഓരോ മാസം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു വർഷം എങ്ങനെയാണ് നമ്മുടെ കറണ്ട് ബില്ല് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ പീക്ക് ഇലക്ട്രിസിറ്റി അതിൻ്റെ ബില്ല് വരുന്ന സമയത്ത് അതിനുള്ള ചാർജ് വരുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള നമ്മളെ ഉപയോഗങ്ങൾ കുറക്കാൻ കഴിയും. ആ സമയം ഏത് സമയത്താണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതൊന്ന് കുറക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബിൽഡിങ്ങിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് എക്യുപ്മെൻറ്റുകളുണ്ട്, ഏതൊക്കെ വാഷ്, അത് എത്ര റേറ്റിംഗ്, എത്രയാണ് എത്ര സ്റ്റാർ റേറ്റിംഗ് ആണോ, എങ്ങനെയാണെന്നോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഒരു ലിസ്റ്റ് ആക്കി. എന്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കറണ്ട് വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പവർ പോകുന്നത് ഏത് ഉപകരണത്തിൽ നിന്നാണ് എങ്ങനെ നമുക്ക് അറിയാം? അതെ, ഈ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് AC എക്യുപ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ വീടുകളിലൊക്കെ നമുക്കിപ്പോൾ AC ഉണ്ടാകുമ്പോൾ ആ AC ആണ് കൂടുതലായിട്ട് നമുക്ക്. ഇപ്പോൾ ഒരു വീടെടുത്താൽ അതിൻ്റെ ഒരു കണക്റ്റഡ് ലോഡ് ഒരു 10 kW ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമൽ ഒരു സാധാ വീടാണ്, അതിൻ്റെ ഒരു 6 kW വരെ നമുക്ക് AC ആവും. ഒരു 2-3 AC ഉണ്ടെങ്കിൽ തന്നെ 6 kW ആയി. അപ്പോൾ ഒരു 60% വരെ നമുക്ക് AC കൺസംഷനാണ് വരിക. അപ്പോൾ ഇപ്പം സാറ് പറഞ്ഞ ഈ ഓട്ടോമേഷൻ AC തന്നെ ഇപ്പം നിലവിൽ പോകുന്നത്, അതിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ സെറ്റ് പോയിന്റ് ഒക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ഈ കുറഞ്ഞ സെറ്റ് പോയിന്റ്, അഥവാ നമുക്ക് 20 ഡിഗ്രിയോ 18 ഡിഗ്രിയോ ഒക്കെ വെക്കുന്ന ഓവർ കൂളാക്കുന്ന ആളുകളുണ്ട്. അത് ഒരു കംപ്രസറിന് ഹൈ ലോഡിൽ റൺ ചെയ്ത് ഓവർ കറണ്ട് എടുത്ത് ഓവർ കൺസംഷൻ ആക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കൊരു 26 ഡിഗ്രി 27 ഡിഗ്രിയിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു കംഫർട്ട് ടെമ്പറേച്ചർ ഫുൾ ടൈം കിട്ടുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ സെറ്റ്. ഓട്ടോമേഷൻ ആണെന്നുണ്ടെങ്കിൽ
ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആളുടെ ഹീറ്റ് ലോഡ് അനുസരിച്ച് എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മോളുകളിലൊക്കെ നമുക്ക് പോയാൽ കാണാം ചില സമയത്ത് ഓവർ കൂളിംഗ് ഉണ്ടാവും, ചില സമയത്ത് ചൂടെടുക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കൊരു കംഫർട്ട് ലെവലിൽ ടെമ്പറേച്ചറിന് നമുക്ക് ഒരു സെൻസറും കൺട്രോളറൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് നിങ്ങളെ ഭാഗത്തുള്ള പഠനങ്ങളും അതെ അതെ, നമുക്കതിന് എനർജി ഓഡിറ്റ് എന്ന് പറയും. എനർജി ഓഡിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് എക്യുപ്മെന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കും, അവരുടെ മെഷീനറീസ് കാര്യങ്ങളൊക്കെ. അതെ അതെ, ഓഡിറ്റ് മെഷർമെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതും നിങ്ങളായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അത് കറക്റ്റ് പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള സംവിധാനം സൊല്യൂഷൻസ് നമ്മൾ പ്രപ്പോസ് ചെയ്യും. സൊല്യൂഷൻസ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. നോ കോസ്റ്റ് സൊല്യൂഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ചിലവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഈ മീറ്റേഡ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മൾ ദുബായിൽ കാര്യങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ വലിയൊരു ലേബർ ക്യാമ്പ് കാര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ കൊടുത്ത് നോ കോസ്റ്റ് സൊല്യൂഷൻസ് ആണ്. അത് ഈ വാട്ടർ അവിടെ ഇലക്ട്രിസിറ്റി പോലെ തന്നെ മീറ്റേഡ് ആണ്, അതിനും കാശ് അവിടെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തൊരു സംഭവം എന്താ വെച്ചാൽ അവരുടെ ഫ്ലഷ് ടാങ്കിൽ, വലിയ ലേബർ ക്യാമ്പാണ്, അപ്പോൾ അവരുടെ ഫ്ലഷ് ടാങ്കിൽ നമുക്ക് വലിയൊരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് ഇടുക. അപ്പോൾ ഓരോ ഫ്ലഷ് ചെയ്യുന്ന സമയത്തും ആ 2 ലിറ്റർ വെള്ളം നമുക്ക് ലാഭമാണ്. അതിന് അവർക്ക് കോസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് അതുമായി അങ്ങനത്തെ അതെ 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 നോ കോസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറയും. അതേപോലെ വെള്ളം ആ 2 ലിറ്റർ വെള്ളം ഓരോ ഫ്ലഷിലും ലാഭമാണ്. അപ്പോൾ വലിയൊരു ലേബർ ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളതും ഇനി കമ്പനികളാവട്ടെ മറ്റുള്ള മാളുകളാവട്ടെ അവിടെയൊക്കെയുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ അനുബന്ധമായി എന്തൊക്കെയാലും ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നേട്ടങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് മറ്റേ കോസ്റ്റ് സേവിങ്, നമ്മളുടെ എനർജി ബില്ലിൻ്റെ കുറവാണ്. അഥവാ അത് നമുക്ക് ഇപ്പോൾ ഒരു എനർജി ഓഡിറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ഈ സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണത് ഒരു 30 to 35% വരെ നമുക്ക് എനർജി സേവിങ് നമ്മളുടെ ബില്ലിൽ നമുക്ക് കുറക്കാൻ കഴിയും. അപ്പോൾ ഇതിനുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മിനിമം നമുക്കൊരു 2 വർഷം കൊണ്ട് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പേ ബാക്ക് പീരീഡ് എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഈ എനർജി ഓഡിറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പഠനം നടത്തിയിട്ട് ഒരു ഓഡിറ്റ് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ടായിട്ട് കൊടുക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് മെൻഷൻ ചെയ്യും, എത്രയാവും നിങ്ങളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രയും സേവിങ്, അത് നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ച് നേടിയെടുക്കാൻ കഴിയും, പേ ബാക്ക് പീരീഡ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ പ്രപ്പോസലായിട്ട് നമുക്ക് അത് എനർജി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ശരി, ആ രൂപത്തിലാണല്ലോ അല്ലേ. പിന്നെ ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു തന്നെ എനിക്ക് ഒന്നുകൂടി ഒരു ഇതായിട്ടുള്ളത്, നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങൾ എനർജി വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണത്തെ എത്ര ഒരു വീട്ടിൽ പോകുമ്പോൾ ഇത് ഇപ്പോൾ പഴയ ഉപകരണങ്ങൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഓഫറിനൊക്കെ കിട്ടുന്ന ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു പുതിയൊരു ഇത് കണ്ടു, ഓഫർ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ 200-250 രൂപക്കൊക്കെ അയൺ ബോക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതെ അതെ, ഇങ്ങനെ നമുക്ക് ഇത് തന്നെയാണ് നമ്മളുടെ ഈ നമ്മൾ വേസ്റ്റേജിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, അതൊരു വിസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് സാറേ അത് എങ്ങനെയാണ് നമുക്കതൊരു സാധാരണ വീട്ടിൽ ഇത് ഓർമ്മപ്പെടുത്താൻ? എനിക്ക് ഇന്ന ഉപകരണങ്ങൾ ഇപ്പോൾ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും അത് പ്രശ്നമാണ്, ഇത് മാറ്റിയെങ്കിലാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ ബോധ്യപ്പെടുത്താൻ, ബില്ലിലല്ലാതെ. നേരത്തെ സാർ പറഞ്ഞല്ലോ ചില അതിന് എന്താണ് ഇപ്പോൾ ഒരു മിനിമം ലെവൽ എന്താണ് സാറിൻ്റെ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട്? അതെ അതെ, അത് നമ്മളുടെ വീട്ടിലുള്ള എക്യുപ്മെൻറ്റുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ അത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ നമ്മൾ പ്ലഗിലിട്ടിട്ട് ചിലപ്പോൾ ഫുൾ ടൈം ഓൺ ആക്കിയിടും അറിയാതെ. ഓക്കെ, അതൊക്കെ പ്രശ്നം തന്നെയാണ്. അതൊക്കെ പ്രശ്നം, അത് വെറുതെ ലീക്കേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതെല്ലാം നമ്മളൊരു ചാർജറോ അതല്ലെങ്കിൽ ഒരു പ്ലഗോ ഉപയോഗിക്കാതെ വെറുതെ സ്വിച്ച് ഇട്ടാൽ തന്നെ അതെ അതെ അതിലും ലീക്കേജ് ഉണ്ടാവും, കറണ്ട് ലീക്കേജ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഓഫ് ആക്കിയിടാം. ഇപ്പോൾ സ്മാർട്ട് പ്ലഗ് സിസ്റ്റങ്ങൾ വരുന്നുണ്ട്, അതിൽ നമുക്ക് ഇതേപോലെ ഷെഡ്യൂൾ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പവർ ലിമിറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഈ സ്മാർട്ട് പ്ലഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യാറുണ്ട്. ശരി, ഒരു ശ്രോതാക്കളിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുള്ളത് അബ്ദുൽ നാസർ കെ അയച്ചിട്ടുള്ളതാണ് ചെറുപ്പശ്ശേരിയിൽ നിന്നും. രാത്രി 7 മണിക്ക് ശേഷം കറണ്ട് ഉപയോഗം, മോട്ടോർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി എന്നിവ ഉപയോഗിക്കാതിരുന്നാൽ എനർജി സേവ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു കേട്ടത് ശരിയാണോ? അതെ, അത് ശരിയാണ്. കാരണം ആ സമയത്താണ് നമ്മൾ പീക്ക് ലോഡ്. കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ യൂസേജ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് യൂസേജ് ആണ്. ബാക്കി കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിനെയൊക്കെ കൂടുതൽ ഡൊമസ്റ്റിക് യൂസേജ് ആണ് KSEBിയുടെയൊക്കെ കണക്ക് പ്രകാരം കൂടുതൽ. ഈ ഡൊമസ്റ്റിക് യൂസേജ് ആ പീക്ക് ലോഡ്
റോഡിൽ നിൽക്കുന്ന ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഇതേപോലുള്ള ഹൈ കറണ്ട് കൺസ്യൂമിങ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്താൽ നമ്മളുടെ കൺസംഷൻ കൂടും, നമ്മളുടെ പീക്ക് ഡിമാൻഡിൽ നമുക്ക് ഡിമാൻഡ് ചാർജും കൂടും. അത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ എക്യുപ്മെൻറ്റിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതെ, എന്നിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സെൽഫ് പ്രാക്ടീസോടുകൂടി തന്നെ നമുക്ക് കുറേ കുറക്കാൻ കഴിയും. നമ്മളുടെ ഒരു ഗുഡ് പ്രാക്ടീസ് എന്നൊക്കെ അതിന് വേണമെങ്കിൽ പറയാം. ഇതിലെങ്ങനെയാണ് സാർ ഇപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് സാധാരണ ഒരു വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് സാർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അത് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, എന്ത് രൂപത്തിലാണെന്നുള്ളത് പറയാൻ പറ്റും? അതെ, നമുക്കിപ്പോൾ നമ്മളുടെ ഒരു എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ അവരുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങും. അതിന് നമുക്കൊരു ലെവൽ 1 എനർജി ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരു വാക്ക് ത്രൂ ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ അവരുടെ കൺസംഷൻ ഡീറ്റെയിൽ, അവരുടെ എക്യുപ്മെൻറ്റ് ഡീറ്റെയിൽ എല്ലാം വാങ്ങിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നമ്മളുടെ ഒരു അനാലിസിസ് ഉണ്ട്, എനർജി അനാലിസിസ്. അതിന് അപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്ത അപ്ലിക്കേഷൻസും. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു എനർജി യൂസ് ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മളുടെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ്, ടോട്ടൽ നിങ്ങളുടെ എനർജി യൂസേജ്, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി യൂസ് ഇൻഡെക്സ് കിട്ടും. ഈ യൂസ് ഇൻഡെക്സ് ബാക്കി ഒരു നോർമൽ ഒപ്റ്റിമൈസ് ചെയ്ത വീടിനേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് ഏത് എക്യുപ്മെൻ്റ് ആണ്, എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിത് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഒരു വർഷത്തിന് മുകളിലായി. ഇപ്പോൾ നമുക്ക് മറ്റേ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് KSEBിയുടെ അണ്ടറിലുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അത് ഗവൺമെൻറ് എൻറ്റിറ്റിയാണ്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ എംപാനലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഗൾഫിലും പിന്നെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോധവൽക്കരണം കൂടിയാണല്ലോ. അപ്പം അത് മാത്രമല്ല, ഈ രംഗത്തുള്ള ഒരു ജോലി സാധ്യതകൾ, പഠന ശാഖകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ വിദേശത്ത് വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികളായ ഈ സർട്ടിഫൈഡ് ആയ ആളുകൾ വിദേശ നാഷണാലിറ്റിയിലുള്ള ആളുകളാണ് അധികം. നമ്മളുടെ മലയാളികളായ ആളുകൾ അധികം കുറവാണ്. ഇതിൽ ഈ ഒരു മേഖലയിൽ ശരിക്കും ഇനിയൊരു നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഭൂമി മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ നമുക്ക് ഈ എല്ലാവരും എനർജി എങ്ങനെ കുറക്കാം, ബില്ല് എങ്ങനെ കുറക്കാം, ഈ ഒരു ചിന്തയിലാണ്. പ്രത്യേകിച്ച് ഈ ഹൈ കൊമേഴ്ഷ്യൽ യൂസേജ്. ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു വലിയ മോള്, അവിടെ അവർ കൊടുക്കുന്ന കറണ്ട് ബില്ല് പറഞ്ഞാൽ 1.6 കോടിയാണ് ഒരു മാസം. 1.6 കോടി ഒരു മാസം കറണ്ട് ബില്ലാണ്. അപ്പോൾ ഇതേപോലെയാണ് കൺസംഷൻ്റെ. അപ്പോൾ അവരെല്ലാം ഇതെങ്ങനെ കുറക്കാമെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയുള്ളൊരു മേഖലയിൽ ഇനിയുള്ളൊരു അങ്ങോട്ടുള്ളൊരു ഒരു വലിയ ബൂമിംഗ് ആയിട്ടുള്ള വരുന്നൊരു മേഖലയാണിത്, ഈ ജോലി സാധ്യതക്കും ഇതിനൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ എൻജിനീയറിങ് അതേപോലെ ഡിപ്ലോമ കോഴ്സുകളെല്ലാം കഴിഞ്ഞ ആളുകൾക്ക് ഇതിലുള്ള സാധ്യതകൾ ഇപ്പോൾ ഓരോ അസോസിയേഷൻസ്, അതേപോലെ സർട്ടിഫിക്കേഷൻ അതോറിറ്റികൾ, ഇപ്പോൾ AEE അസോസിയേഷൻ ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ബേസ്ഡ് ആണ്. അത് ലോകത്തെല്ലാം അംഗീകരിക്കപ്പെടുന്ന ആളുകളാണ്. അതിൽ അവരുടെ AEEയുടെ കുറേ കോഴ്സുകളുണ്ട് ഇതിനെക്കുറിച്ച്, സർട്ടിഫിക്കേഷൻ കോഴ്സ്. സർട്ടിഫൈഡ് എനർജി മാനേജർ, സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ, സർട്ടിഫൈഡ് കാർബൺ ഓഡിറ്റ് പ്രൊഫഷണൽ, ഇങ്ങനെയെല്ലാം ഡിഫറെൻറ്റ് കോഴ്സുകൾ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ കാര്യങ്ങൾ ചെയ്താൽ വിദേശത്തുള്ള ജോലി സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫൈഡ് മെഷർമെൻറ്റ് വെരിഫിക്കേഷൻ പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ സേവിങ്, ഇപ്പോൾ ഇത്ര ശതമാനം സേവിങ് നമ്മൾ ചെയ്യാം എന്ന് നമ്മൾ കമ്മിറ്റ് ചെയ്യും. പക്ഷേ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യും? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണ്ടീഷൻ ആവില്ല ഈ വർഷത്തെ കണ്ടീഷൻ ചിലപ്പോൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ടാലി ആക്കിയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കാൽക്കുലേഷനുകളാണ് അതെല്ലാം യൂസ് ചെയ്യണത്. പിന്നെ അപ്പോൾ ഇത്തരം കോഴ്സുകളുണ്ട്. അതേപോലെ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഡിൻ്റെ കോഴ്സുകളുണ്ട്, ലീഡ് GA, ലീഡ് AP, ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട് അതിൻ്റെയൊക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിദേശത്തുള്ള ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളെ നാട്ടിലും തന്നെ ഇപ്പോൾ ഇത്തരം സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് BEE എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ അണ്ടറിൽ ഇതേപോലെ കോഴ്സുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ എഞ്ചിനീയറിംഗ്, ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ഇതിന് സാധ്യത. സിവിൽ ആളുകൾക്കാണ് കൂടുതൽ ഈ സസ്റ്റൈനബിലിറ്റി ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളുണ്ട്. അതെ, അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മേഖലയ്ക്ക് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാം. അതേപോലെ തന്നെ ഇത്തരം സർട്ടിഫിക്കേഷൻ അതോറിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം
ചെയ്യാൻ സാധ്യത ഉണ്ടല്ലേ? അപ്പോൾ ഒരു പുതിയ ജോലി സാധ്യത, പുതിയ പഠന മേഖല കൂടിയാണ് നമ്മുടെ നാട്ടിലല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്വദേശത്തും വിദേശത്തും എല്ലാം നല്ല സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇതാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇനി നമ്മുടെ സമയദേശം 2 മിനിറ്റ് കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും കുറേ ബാക്കിയുണ്ടാകും. കാരണം ആളുകൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ. പക്ഷെ ഒരുവിധം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. സാറിന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ഹൃദ്യമായിട്ടുള്ള നന്ദി പീസ് റേഡിയോയുടെ അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സക്കരിയ അബ്ദുൽ ബാരി. സാറേ വളരെ നന്ദിയുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്. ഇൻഷാ അല്ലാഹ് മറ്റൊരു തവണ വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ഇത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ഇപ്പോൾ എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം തന്നെ കൂടുതൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം. അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു മേഖല കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ കവറായി വരുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി, അതേപോലെ ഗ്രീൻ ബിൽഡിംഗ്, പുതിയ ബിൽഡിംഗ്, ഗ്രീൻ ബിൽഡിംഗ് ഡിസൈൻ കാര്യങ്ങൾ, അതേപോലത്തെ അങ്ങനെ ഒരുപാട് മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ സസ്റ്റൈനബിലിറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ വാട്ടർ റീസൈക്ലിംഗ് കാര്യങ്ങൾ, വാട്ടർ ഫിൽട്രേഷൻ, അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു മേഖലയാണ് ശരിക്കും. ഇപ്പോൾ നമ്മളെല്ലാം നമ്മളെ വീട്ടിലിങ്ങനെ ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം നമ്മൾ ബോട്ടിൽ, ഒരു ഉദാഹരണമായിട്ട് ഒരു ടോയ്ലറ്റിൽ നമ്മൾ പോയാൽ തന്നെ അവിടെ തന്നെ പല സാധനങ്ങളുണ്ട് നമുക്ക് ക്ലീനിങ്സ്, ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതിന് ശേഷം എന്താവും നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പുതിയ ഉപയോഗ സംസ്കാരം രൂപപ്പെടേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ, ഉപയോഗപ്രദമായ ഒരു സെഷനായിരുന്നു ഇത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.